ഹായ് ഡിയേഴ്സ്, നമ്മൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കുറച്ച് ഫീവറൊക്കെ ആയിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ നടക്കുന്ന സമയമാണ്. ഞാൻ ഇതിൽ കുറച്ച് സൈറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമ്മൾ ഇഗ്നോ സമ്മർത്തിലാണ് പോയിട്ട് നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത്. അവിടെ പോയി നമ്മുടെ എൻറോൾ നമ്പറും പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് സെൻറ്റേഴ്സും നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നു. അതിൽ കൂടുതൽ വളരെ കുറച്ച് സെൻറ്റേഴ്സൊക്കെ നമുക്ക് ഇപ്പോൾ 2-3 കൂടെയൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ വീഡിയോയിൽ താഴെയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും മാക്സിമം സ്പീഡിൽ ചെയ്യുക. കാരണം സെൻറ്റേഴ്സൊക്കെ വളരെ പെട്ടെന്ന് ഫില്ലാവുന്നുണ്ട്. ഈ രണ്ടാമത്തെ കാര്യം, എക്സാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അസൈൻമെൻറ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റിൻ്റെ മാക്സിമം ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 30 വരെ കിട്ടും. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുള്ള ഡേറ്റ് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം വരെ ആണെങ്കിലും നമുക്ക് നവംബർ വരെ കിട്ടാറുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് നവംബർ ലാസ്റ്റ് വരെ നമ്മൾ നോക്കിയിരിക്കേണ്ട. നമ്മളൊരു നവംബർ 5 വരെയൊക്കെ വിചാരിച്ച് നമ്മൾ മാക്സിമം സ്പീഡിൽ എഴുതി കഴിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എക്സാം എഴുതാതിരിക്കേണ്ട. ഓക്കെ, നമ്മൾ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ കൊണ്ടുപോയി വെച്ചാലും മതിയാവും. അടുത്ത് പോർട്ടൽ തുറക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് സബ്മിറ്റ് ചെയ്താലും മതിയാവും. അസൈൻമെൻറ്റ് വെച്ചില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാതിരിക്കരുത്. എന്ന് വിചാരിച്ച് എക്സാം കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും വെച്ചാൽ മതിയല്ലോ എന്നല്ല, മാക്സിമം സ്പീഡിൽ കൊണ്ട് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കൽസ്, പ്രോജക്റ്റ് അതൊന്നും വിട്ടുപോകാതെ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം 1 ടൈമാണ് നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ. ആദ്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ ഒന്നും കൂടെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി നടക്കില്ല. അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെയുള്ള കാര്യം നമ്മൾ പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴ്സിനനുസരിച്ച് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റം ഉണ്ടാവും. ഇപ്പോൾ സൈക്കോളജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈക്കോളജിയിൽ RC എന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡുമാരുണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്ത് മാക്സിമം സ്പീഡിൽ ഡിസംബറിലോട്ട് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ MSW, DNHE, MBA അവർക്കൊക്കെ ഇതുപോലെ ഓരോ ഗൈഡുമാരുണ്ടാവും RCയിൽ. നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവരായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പ്രോജക്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പ്രൊജക്റ്റിനൊക്കെ എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ പേയ്മെൻറ്റ് വാങ്ങി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഹെൽപ്പുകളായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. താങ്ക് യു.